ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റവ കേക്കിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ. ഇത് തയ്യാറാക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് കേട്ടോ. എങ്കിൽ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് റവയും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത റവയും പഞ്ചസാരയും കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ടൊരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 നുള്ള ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാലെടുത്തതിൽ ഇത്രയും മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പ്ലേറ്റ് എടുത്തു, ഇതിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കണം. ഇത് ഇടയിൽത്തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എത്രയും വലുപ്പത്തിനാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് ഇതേ രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിലും കഴിക്കാൻ. ഇനി ഇത് കണ്ടല്ലോ, നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് പോലെ എങ്ങനെയൊന്ന് ആക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്ഥലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടായി. ഇതിലോട്ട് നമുക്കുണ്ടല്ലോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോഴൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിക്കുന്ന കേക്ക് ഉണ്ടല്ലോ അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഓവനൊന്നും ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 40 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് ആയി കിട്ടാൻ. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 20 മിനിറ്റിനകം എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് ടേസ്റ്റിലാണെങ്കിലും അതുപോലെ കാഴ്ചയിലാണെങ്കിലും സാധാരണ ബേക്ക് ചെയ്തെടുത്ത കേക്ക് പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.